നമസ്കാരം. ശിവഭഗവാന്റെ വീരധീര പരാക്രമങ്ങൾ നടന്ന തമിഴ്നാട്ടിലെ 8 ക്ഷേത്രങ്ങളാണ് അഷ്ടവീരട്ടാന സ്ഥലങ്ങൾ. അവയിൽ അന്തകാസുരനെ വധിച്ച സ്ഥലവും ഭൈരവരുടെ അവതാര സ്ഥലവുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு വീരട്ടേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചി ജില്ലയിൽ തെൻപണ്ണയാറ്റിൻകരയിൽ തിരുക്കോവിലൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, വീരട്ടേശ്വരർ, വീരട്ടാനേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, പെരിയനായകി, ശിവാനന്ദവല്ലി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി അന്തകാസുര വധമൂർത്തിയാണ്. ശിവഭഗവാൻ തന്റെ വീരം പ്രകടിപ്പിച്ച് അട്ടഹസിച്ച തമിഴ്നാട്ടിലെ 8 ക്ഷേത്രങ്ങളാണ് അഷ്ടവീരട്ടാന സ്ഥലങ്ങൾ എന്ന അഷ്ടവീരട്ടാന സ്ഥലങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ശിവഭഗവാന്റെ നാമം വീരട്ടേശ്വരർ എന്നായിരിക്കും. ഈ സ്ഥലങ്ങളിൽ 6 ശിവഭഗവാൻ നേരെ ഉദ്ഭവിച്ച് യമൻ, അന്തകൻ, ജലന്ധരൻ, ഗജാസുരൻ, ത്രിപുരാദികൾ, മന്മഥൻ എന്നിവരെ വധിച്ചും പിന്നീട് പുനർജനിപ്പിച്ചും മറ്റ് 2 ഭൈരവർ, വീരഭദ്രർ എന്നിവരെ ഉപയോഗിച്ച് ബ്രഹ്മാവ്, ദക്ഷൻ എന്നിവരെ വധിച്ചതായാണ് പുരാണങ്ങൾ. ശിവഭഗവാൻ അന്തകാസുരനെ സംഹാരം ചെയ്ത 2ാമത്തെ വീരട്ടാന സ്ഥലമാണ് തിരുക്കോവിലൂർ. അഷ്ടവീരട്ടാന സ്ഥലങ്ങൾ ഇവയാണ്: ബ്രഹ്മാവിന്റെ ശിരസറുത്ത തിരുക്കണ്ടിയൂർ, അന്തകാസുരനെ വധിച്ച തിരുക്കോവിലൂർ, ത്രിപുര സംഹാരം ചെയ്ത തിരുവതികെ, ജലന്ധരനെ വധിച്ച തിരുവിർക്കുടി, മന്മഥനെ ഭസ്മമാക്കിയ തിരുക്കുരക്ക, യമനെ സംഹരിച്ച തിരുക്കടയൂർ, ഗജാസുരനെ വധിച്ച തിരുവാഴ്വൂർ, ദക്ഷനെ സംഹരിച്ച തിരുപ്പറിയലൂർ. വാസ്തുശാന്തി ആദ്യമായി ഉണ്ടായ സ്ഥലം, അസുരഗുരു ശുക്രാചാര്യർക്ക് ശാപവിമോചനം കിട്ടിയ സ്ഥലം, അമ്പാൾ ത്രിപുര ഭൈരവി അവതരിച്ച സ്ഥലം, സപ്തമാതാക്കൾ അവതരിച്ച സ്ഥലം, 64 ഭൈരവർകളും ഭൈരവികളും അവതരിച്ച സ്ഥലം, കടയേഴുവള്ളൽകൾ എന്ന ദാനശീലന്മാരായ 7 രാജാക്കന്മാരിൽ ഒരാളായ പാരിയുടെ പെൺമക്കളായ അങ്കവെ, സംഗവെ എന്നിവരെ തിരുക്കോവിലൂർ ഭരിച്ച ദൈവിക മന്നന് അവയാർ, കപിലർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവാഹം നടത്തിക്കൊടുത്ത ഇടം എന്നിങ്ങനെ പല പെരുമകൾ ഈ പ്രദേശത്തിനുണ്ട്. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ പുസ്തകമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 222ാമത്തേതും നടുനാട്ടു ശിവസ്ഥലങ്ങളിൽ ഒന്നുമാണ് തിരുക്കോവിലൂർ വീരട്ടേശ്വരർ കോവിൽ. 63 നായന്മാരിൽ അപ്പർ, സുന്ദരർ, തിരുജ്ഞാന സംബന്ധർ എന്നിവർ ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ ആറുമുഖരെക്കുറിച്ച് തന്റെ തിരുപ്പുകളിൽ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. 63 നായന്മാരിൽ മേയ്പൊരുൾ നായനാരുടെയും നരസിംഹമുനിയർ നായനാരുടെയും ജന്മസ്ഥലം കൂടിയാണ് ഇവിടം. സംഘകാല പണ്ഡിതൻ കപിലർ വസിച്ച പേരൂർ, അദ്ദേഹം മോക്ഷമടഞ്ഞ പാറ കപിലർ കുന്ന് ഇന്നും തെൻപണ്ണയാറ്റിൻ നടുവിലുണ്ട്. വിനായകർ, മുരുകൻ, ശ്രീരാമൻ, പരശുരാമൻ, ശ്രീകൃഷ്ണൻ, ഇന്ദ്രൻ, യമൻ, ആദിശേഷൻ, കാളിദേവി, രോമസ മഹർഷി, കണ്ണു മഹർഷി, പതഞ്ജലി വ്യാഘ്രപാദ മഹർഷിമാർ, സപ്തർഷികൾ, മന്മഥൻ എന്നിങ്ങനെ പല ദിവ്യരാലും പൂജിക്കപ്പെട്ട ഈശ്വരനാണ് ഭഗവാൻ വീരട്ടേശ്വരർ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. ഒരു നാൾ കൈലാസത്തിൽ ശിവഭഗവാൻ ധ്യാനത്തിലിരിക്കെ പാർവതീദേവി കളിയായി തന്റെ കൈകൾ കൊണ്ട് ഭഗവാന്റെ 2 കണ്ണുകളും മൂടി. സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ 2 കണ്ണുകൾ എന്നർത്ഥത്തിൽ പ്രപഞ്ചവും സകല ചരാചരങ്ങളും കുറച്ചുകാലം ഇരുട്ടിലായിപ്പോയി. ആ അന്ധകാരത്തിൽ നിന്നും ഉദ്ഭവിച്ച അസുരനാണ് അന്തകാസുരൻ. ഈ അസുരൻ ശിവഭഗവാനെ തപസ് ചെയ്ത് അനേകം വരങ്ങൾ നേടി ദേവലോകവാസികളെയും ഋഷികളെയും ഉപദ്രവിച്ചു വന്നു. ഒരു നാൾ അസുരൻ ഈശനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ശിവഭഗവാൻ തന്റെ ഗദയാൽ അസുരന്റെ ശിരസിൽ പ്രഹരമേൽപ്പിച്ചപ്പോൾ അസുരന്റെ ശിരസിൽ നിന്നും രക്തം ധാരധാരയായി ഭൂമിയിൽ വീണ് ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ അസുരന്മാർ ഉദ്ഭവിച്ച് ഭഗവാനോട് പോരിനുപോയി. ഇത് കണ്ട പാർവതീദേവി കാളിയായി രൂപമെടുത്ത് കപാലം കൈയിലേന്തി രക്തം തറയിൽ വീഴാതെ തടുത്തു. 8 ദിക്കിലുമായി തറയിൽ വീണ രക്തത്തിൽ നെടുകയും കുറുകയുമായി 64 ചതുരങ്ങൾ രൂപപ്പെട്ടു. ഭഗവാന്റെ അരുളാൽ ആ ചതുരങ്ങളിൽ നിന്ന് 64 ഭൈരവർ അവതാരമെടുത്ത് അസുരനെ വധിച്ച് ദേവന്മാരെ അനുഗ്രഹിച്ചു. ഗൃഹപ്രവേശ സമയത്തും വീട് നിർമ്മിക്കുന്ന കാലങ്ങളിലും ചെയ്യുന്ന വാസ്തുശാന്തി എന്ന പൂജ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അതിനാൽ വാസ്തുദോഷം മാറ്റുന്ന ക്ഷേത്രവും കൂടെയാണിത്. ഭൈരവർ അന്തകാസുരനെ വധിച്ചത് കണ്ട അസുരഗുരു ശുക്രാചാര്യർ കൂടുതൽ അസുരന്മാരെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ ശുക്രാചാര്യരെ വിഴുങ്ങി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ശുക്രാചാര്യർ പശ്ചാത്താപവിവശനായി ഭഗവാന്റെ ഉദരത്തിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടു. മനസ്സലിഞ്ഞ ശിവഭഗവാൻ ശുക്രാചാര്യരെ പുനർജീവിപ്പിച്ചെന്ന് മാത്രമല്ല, നവഗ്രഹങ്ങളിൽ ശുക്രന്റെ പദവിയും കൊടുത്തു. തെൻപണ്ണയാറ്റിന്റെ കരയിലുള്ള 1000ഓളം വർഷം കണക്കാക്കപ്പെടുന്ന 3 നില രാജഗോപുരത്തോടെയുള്ള പുരാണങ്ങളിൽ അന്തകപുരം, തിരുക്കോവലൂർ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന പടിഞ്ഞാറ് ദർശനമായുള്ള തിരുക്കോവിലൂർ വീരട്ടേശ്വര ക്ഷേത്രം പല്ലവ മന്നൻ നന്ദിവർമ്മൻ 7ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായിരിക്കാമെന്നാണ് അനുമാനം. പിന്നീട് ഭരിച്ച ചോഴ രാജാക്കന്മാരെല്ലാം തന്നെ അവരുടേതായ ശൈലിയിൽ ക്ഷേത്രത്തിന് സംഭാവനകൾ ചെയ്തതായി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച 79 ശിലാഫലകങ്ങളിൽ നിന്നും വ്യക്തമാണ്. വൈഷ്ണവരുടെ ദിവ്യദേശങ്ങളിൽ ഒന്നായ തിരുക്കോവിലൂർ ഉലകളന്തപ്പെരുമാൾ ക്ഷേത്രം ഇവിടെ അടുത്താണ്. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ പെരിയ യാനെ ഗണപതി എന്നു പേരുള്ള വിനായക പ്രതിഷ്ഠ കാണാം. ഈ ഗണപതി ഭഗവാന് പിന്നിലുള്ള ഐതിഹ്യം ഇതാണ്. തന്റെ ഭൂലോക ജീവിതം മതിയാക്കി ഭഗവാന്റെ തിരുവടികളിൽ ചേരാൻ കൈലാസം പോകണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സുന്ദരമൂർത്തി നായനാർ.
ഭഗവാൻ ഇത് മനസ്സിലാക്കി സുന്ദരരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഐരാവതത്തെ അയച്ചു. അതിൽ കയറി സുന്ദരർ കൈലാസത്തേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ചേരമാൻ പെരുമാനും കുതിരയുടെ കാതിൽ പഞ്ചാക്ഷരി മന്ത്രം ഓതി കുതിരയിൽ കയറി കൈലാസം പുറപ്പെട്ടു. ഇരുവരും ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ കീഴെ തിരുക്കോവിലൂരിൽ ഔവ്വയാർ വിനായകരെ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഔവ്വയാരോട് ഞങ്ങൾ കൈലാസത്തേക്ക് പോകുകയാണ്, വരുന്നോ എന്ന് ചോദിച്ചു. കൈലാസത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? ഞാനും വരുന്നു എന്ന് പറഞ്ഞ ഔവ്വയാർ വിനായകരുടെ പൂജ വേഗം വേഗം തീർക്കാൻ തീരുമാനിച്ചു. ഉടനെ നീ എനിക്കുള്ള പൂജ സമാധാനപൂർവ്വം ചെയ്യ്, വഴിയുണ്ടാക്കാം എന്ന് വിനായകരിൽ നിന്നും അശരീരി കേട്ട ഔവ്വയാർ സമാധാനപൂർവ്വം വിനായകർ അകവൽ പാടി പൂജ അവസാനിപ്പിച്ചു. ഉടനെ വിനായകർ ഔവ്വയാർക്ക് വിശ്വരൂപ ദർശനം കൊടുത്ത് ഔവ്വയാരെ തന്റെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് നേരെ കൈലാസത്തിലെത്തിച്ചു. അതിനുശേഷമാണ് സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാനും കൈലാസത്തിലെത്തിച്ചേർന്നത് എന്നാണ് ഐതിഹ്യം. ഈ ഗണപതി ഭഗവാനെ ദർശിച്ച് വിനായകർ അകവൽ പാടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹസിദ്ധി ഉടൻ കൈവരുമെന്നാണ് വിശ്വാസം. വിനായകരുടെ ഈ ഐതിഹ്യം ക്ഷേത്ര ചുമരിൽ ശില്പരൂപത്തിലുണ്ട്. ക്ഷേത്രത്തിൽ ചിരിച്ച മുഖത്തോടെ ശാന്തസ്വരൂപിണിയായി അഷ്ടഭുജ ദുർഗ പ്രതിഷ്ഠയുണ്ട്. ഈ ദുർഗയമ്മന് രാഹുകാലങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നാരങ്ങാദീപം തെളിയിച്ച് ദുർഗാ സപ്തശ്ലോകി ആലപിച്ചാൽ വിവാഹ തടസ്സങ്ങളും സന്താന തടസ്സങ്ങളും മാറുമെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ ഷൺമുഖർ അസുരനെ കൊന്ന പാപം നീങ്ങാൻ ശിവപൂജ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അമ്പാൾ തന്റെ വേലിനാൽ അടയാളം കാണിച്ചു കൊടുത്തു. അമ്പാളുടെ വേൽ വീണ ഈ സ്ഥലത്തിരുന്ന് ശിവഭഗവാനെ പൂജിച്ച് ശ്രീമുരുകൻ തന്റെ പാപം മാറ്റി. ഈ ക്ഷേത്രത്തിൽ ഭഗവാനും ദേവിക്കും പ്രത്യേകം 3 നില ഗോപുരങ്ങളുണ്ട്. പ്രധാന കരുവറയിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീപരമേശ്വരൻ വീരട്ടേശ്വരർ എന്ന നാമത്തോടെ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന വലിയ സ്വയംഭൂ ശിവലിംഗമാണ്. ഭൂമിക്കടിയിലേക്ക് 25 അടി ശിവലിംഗമുണ്ടെന്നാണ് പൂജാരിമാരുടെ ഭാഷ്യം. ഈ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മനസമാധാനം ലഭിക്കും, പൂർവ്വജന്മ പാപങ്ങൾ നീങ്ങും, പുത്രദോഷങ്ങളും വാസ്തുദോഷങ്ങളും നീങ്ങുമെന്നാണ് ഭക്തജന വിശ്വാസം. ദേവി ശ്രീപാർവതി പ്രത്യേകം സന്നിധിയിൽ ദ്വാരപാലകരായി വിനായകരും ശ്രീമുരുകനും കാവൽ നിൽക്കെ പെരിയനായികി, ശിവാനന്ദവല്ലി എന്നീ നാമങ്ങളിൽ 4 കരങ്ങളോടെ പടിഞ്ഞാറ് ദർശനമായി സുസ്മേരവദനിയായി നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ പഞ്ചലിംഗങ്ങൾ, നടരാജസഭ, വിശ്വനാഥർ വിശാലാക്ഷി, ദക്ഷിണാമൂർത്തി, ഷൺമുഖർ, വിനായകർ, അർദ്ധനാരീശ്വരർ, അഗസ്ത്യർ, സൂര്യൻ, തിരുജ്ഞാന സംബന്ധർ, ജഡാമുനി, അയ്യനാർ, വള്ളിദേവയാനി സമേത ആറുമുഖർ, ഗജലക്ഷ്മി, സോമസ്കന്ദർ, മഹാവിഷ്ണു, കപിലർ, ഭൈരവർ, ദുർഗ, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ് എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം ശരത്കൊന്ന വില്ലും. ക്ഷേത്രതീർത്ഥം തെൻപെണ്ണയാറ്. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസി 10 നാൾ ബ്രഹ്മോത്സവം, കാർത്തിക മാസം 3-ാം സോമവാരം ശംഖാഭിഷേകം, ആടിമാസം വെള്ളി ശനി ദിവസങ്ങൾ, പുരട്ടാസിയിൽ നവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, കന്ദഷഷ്ടി, ശൂരസംഹാരം, മാർഗഴി തിരുവാതിര, മാണിക്യവാസകർ ഉത്സവം, ആണി തിരുമഞ്ജനം, ആരുദ്ര ദർശനം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുക്കോവിലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ, തിരുവണ്ണാമലയിൽ നിന്ന് 35 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുക്കോവിലൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.